ഐ ഹേറ്റ് മൈസെൽഫ്. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല, എനിക്ക് പിടിച്ചോളൂ. ഞാൻ വേറൊരാളായിട്ട് ജനിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണായിട്ട് ജനിച്ചാൽ നല്ലതായിരുന്നു, ഞാൻ ആണായിട്ട് ജനിച്ചാൽ നല്ലതായിരുന്നു. ദൈവത്തിന് എന്തായാലും മിസ്റ്റേക്ക് പറ്റൂല. അപ്പൊ ദൈവം എന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. എല്ലാവരും വി ഓൾ മസ്റ്റ് ബി ഹാപ്പി, വി ഓൾ മസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ, വി ഓൾ മസ്റ്റ് ബി താങ്ക്ഫുൾ ദാറ്റ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് മീ ദ വേ ഐ ആം. Do you like yourself? Does Yes. everybody love yourself? അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ Yes. ഇഷ്ടമല്ലേ? ചെറുപ്പത്തിലേ Yes. എനിക്ക് എന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കായിരുന്നു, ഞാനൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു ആരെങ്കിലും? അല്ലെങ്കിൽ ഞാനൊരു ബോയ് ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ട്? അങ്ങനെ ആലോചിക്കാറുണ്ട് ആരെങ്കിലും? എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ചിലപ്പോൾ തോട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ പപ്പയും മമ്മിയും കൂടെ കറക്റ്റ് ചെയ്ത് പറഞ്ഞു തന്നു, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. യു ലവ് യുവർ സെൽഫ്, യു ബി പ്രൗഡ് അബൌട്ട് യുവർ സെൽഫ്. You have to love yourself. If you are a boy, be proud that you are a boy. You be happy and be grateful that God has created you to be a boy. Or if you are a girl, you be happy and you are proud that God has created to be a girl. അതാണ് നമുക്ക് ആദ്യം വേണ്ട സാധനം. ഇന്ന് നമ്മുടെ ലോകത്ത് പല ആൾക്കാർക്കും ഈ സാധനം ഭയങ്കര പ്രശ്നമാണ്. They don't love themselves. They don't love who they are. ചില ആൾക്കാർക്ക് പറയാറില്ലേ, ഐ ഹേറ്റ് മൈസെൽഫ്. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല, എനിക്ക് പിടിച്ചുകൂടും. ഞാൻ വേറൊരാളായിട്ട് ജനിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണായിട്ട് ജനിച്ചാലും നല്ലതായിരുന്നു, ഞാനൊരു ആണായിട്ട് ജനിച്ചാലും നല്ലതായിരുന്നു എന്നൊക്കെ കുറെ ആൾക്കാർ ഇന്ന് പറയാറുണ്ട് ലോകത്തിലെങ്ങോട്ട്. അതുകൊണ്ട് തന്നെ കുറെ പേര് എന്ത് ശ്രമിക്കും? ആണായിട്ട് ജനിച്ച ഒരാള് പെണ്ണായിട്ട് മാറാനൊക്കെ ശ്രമിക്കും, പക്ഷെ പരാജയപ്പെടും. കാരണം എന്താ? ദൈവത്തിന് തെറ്റ് പറ്റുമോ? ഡസ് ഗോഡ് മേക്ക് മിസ്റ്റേക്ക്? ഗോഡിന് മിസ്റ്റേക്ക് പറ്റുമോ? ഇല്ല. ഉറപ്പല്ലേ? ആ. അപ്പോ ഗോഡ് നമ്മളെ ക്രിയേറ്റ് ചെയ്തപ്പോഴേക്കും ഗോഡിന് മിസ്റ്റേക്ക് പറ്റിയോ നമ്മളെ ക്രിയേറ്റ് ചെയ്തപ്പോ? ഇല്ലല്ലോ. ഇല്ല. ആ, അത്രേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ദൈവത്തിന് എന്തായാലും മിസ്റ്റേക്ക് പറ്റൂല. അപ്പൊ ദൈവം എന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ ലോകത്ത് സാഡ്ലി കുറേ പേര് വിചാരിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വലുതാവുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു 15 വയസ്സ് 18 വയസ്സ് അല്ലെങ്കിൽ 20 22 എന്ന് പറഞ്ഞിങ്ങനെ നിങ്ങൾ വലുതാവുന്നതനുസരിച്ച്, നിങ്ങൾ കൂടുതൽ ലോകം അറിയുന്നതനുസരിച്ച് നിങ്ങൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ കേൾക്കും. എൻ്റെ കൂടെ തന്നെ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ദേ ആർ മോസ്റ്റ്ലി അതായത് അവരവരെ തന്നെ കുറേ കുറ്റം പറയും, അവരവരെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാവത്തില്ല എന്ന് പറയും. ദേ ഡോണ്ട് ലൈക്ക് ദംസെൽഫ് ഫണ്ടമെന്റലി ബിക്കോസ് ദേ തിങ്ക് ദേ ആർ മിസ്റ്റേക്ക്. അവരൊരു മിസ്റ്റേക്ക് ആണ്. അത് പല കാരണങ്ങളുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ പല പല തിക്താനുഭവങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയതാവാം, പാരൻസിന് ട്രീറ്റ്മെന്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, സംതിങ് ദാറ്റ് ദേ ഡോണ്ട് ലൈക്ക്. അത് പക്ഷേ അങ്ങനെയൊന്നും പാടില്ല. എല്ലാവരും വി ഓൾ മസ്റ്റ് ബി ഹാപ്പി, വി ഓൾ മസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ, വി ഓൾ മസ്റ്റ് ബി താങ്ക്ഫുൾ ദാറ്റ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് മീ ദ വേ ഐ ആം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം. അപ്പോൾ ഞാനൊരു ആണായിട്ട് ജനിച്ചെന്നുള്ളവർക്ക് നമ്മൾ അഭിമാനിക്കും, സന്തോഷിക്കും. ഞാനൊരു പെണ്ണായിട്ട് ദൈവം എന്നെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതിൽ നമ്മൾ സന്തോഷിക്കും, അഭിമാനിക്കും. ഓക്കെ. ടീനേജർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആർക്കെങ്കിലും താമസപ്പെട്ടാൽ മതി അറിയാമെങ്കിൽ. ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ചില 2-3 പേരിനകത്ത് 13, 14, 15 വയസ്സൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും എന്താണ് ടീനേജ് എന്നുള്ളത്, ഇല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ ഈ പറഞ്ഞ പോലെ 11, 12 കഴിഞ്ഞാൽ 13, 14, 15, 16, 17, 18 എന്നല്ല പറയാ, 19 എന്നല്ല പറയാ. അതിൻ്റെ അറ്റത്തെല്ലാം ഒരു ടീൻ ഇല്ലേ? അങ്ങനെ അവരുടെ ഏജിലെ ടീൻസ് വരുന്നതുകൊണ്ടാണ് ടീനേജേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ടീനേജേഴ്സ്. അപ്പോൾ ആ ടീനേജ് കാലഘട്ടത്തിൽ നമ്മൾ സംഭവിക്കുന്നവരാണ് അഡോളിസൻസ്. ഓക്കെ. അതായത് നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു എന്തെന്നാ ബേബി അല്ലേ? ബേബീസിനെ കണ്ടിട്ടില്ലേ? ചെറിയ ബേബീസിനെ. ബേബീസ് നടക്കാൻ പറ്റുമോ? ഇല്ല. ബേബീസ് ഇങ്ങനെ നമ്മളെ എടുത്തുകൊണ്ട് നടക്കും. ബേബീസ് കുറച്ചും കൂടെ വലുതാകുമ്പോഴേക്കും ടോഡ്ലേഴ്സ് എന്ന് പറയും. നമ്മൾ നിലത്ത് ഇങ്ങനെ പിള്ളേരിങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ഒരു 2 വയസ്സ് 3 വയസ്സ് പ്രായമുള്ള പിള്ളേർക്ക് നിലത്ത് കൂടെ നിരന്ന് കണ്ടിട്ടില്ലേ? അതിന് ടോഡ്ലേഴ്സ് എന്ന് പറയും. കുറച്ച് വലുതായി കഴിയുമ്പോഴേക്കും നമ്മൾ ചിൽഡ്രൻ അല്ലെങ്കിൽ ചൈൽഡ് എന്നൊക്കെ പറയും, അല്ലെ ഇൻഫൻസ് എന്ന് പറയും. ഇൻഫന്റ് കുറച്ചുകൂടെ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾ കുറച്ചുകൂടി മേപ്പോട്ട് വരുമ്പോഴേക്കും കിഡ്സ് ആവും. സ്കൂളിൽ സ്പോർട്സ് കാറ്റഗറി ഇല്ല നിങ്ങൾക്ക്? ഇതിനകത്ത് ആരൊക്കെയാണ് കിഡീസ് കാറ്റഗറി? കേൾക്കട്ടെ. അല്ല, കിഡീസ് കാണത്തില്ല. കിഡീസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടി വലുതായി ഉണ്ടാവും. ഒരു സബ് ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? സബ് ജൂനിയേഴ്സ് ഉണ്ട് ഇതിനകത്ത്. സബ് ജൂനിയേഴ്സ് ഉണ്ട്. ജൂനിയേഴ്സ് ഉണ്ടോ? ജൂനിയേഴ്സും കാണും. ജൂനിയേഴ്സ് കഴിഞ്ഞ്, അത് ജൂനിയേഴ്സിന്റെ ലെവലിൽ നിങ്ങൾ ജൂനിയർ കഴിഞ്ഞ് സീനിയർ എന്തായാലും ഇവിടെ ആരും ഉണ്ടാവത്തില്ല. സീനിയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം ഈ പറഞ്ഞ പോലെ അഡോളിസൻസിന്റെ പകുതി എത്തി. അപ്പോൾ നിങ്ങളുടെ ഒരു ജൂനിയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോസ്റ്റ്ലി അഡോളിസൻസ്. അതായത് ആ സമയത്ത് യു വിൽ സ്റ്റാർട്ട് ടു എക്സ്പീരിയൻസ് ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ യുവർ ബോഡി. ഇതാണ് പ്രത്യേകത. അതായത് നമ്മളിങ്ങനെ ഒരു ചെറുപ്പത്തിൽ ഇങ്ങനെ നമ്മൾ കുട്ടിയായിരുന്നു, ശിശുവായിരുന്നു, നമ്മളിങ്ങനെ ഇൻഫൻസ് ആയി, പിന്നെ നമ്മൾ കിഡ്സ് ആയി, പിന്നെ നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക വലിയ ചേട്ടന്മാരെ പോലെയൊക്കെ ആവുന്നു. ഏത്
കുറച്ചും കൂടെ വലിയ ചേട്ടന്മാർ, മീശയും താടിയില്ലാത്ത വലിയ ചേട്ടന്മാരെ പോലെ. അത് കഴിഞ്ഞൊരു 10 വയസ്സ് 11 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബോയ്സിനൊക്കെ പയ്യെ മീശയൊക്കെ വന്നു തുടങ്ങും. പൊടി മീശക്കാരൻ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് എത്ര പേർക്ക് മീശ വന്നിട്ടുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ആദ്യമായിട്ട് എൻ്റെ മീശയൊക്കെ വന്നു തുടങ്ങിയത് ഏകദേശം 12-13 വയസ്സപ്പോൾ എനിക്ക് മീശ വന്നു തുടങ്ങി. ഞാനിങ്ങനെ വരുത്താൻ വേണ്ടി കുറെ പണിയെടുക്കുമായിരുന്നു. ഞാനിങ്ങനെ എന്താ പറയുക, തന്നെ ഷേവ് ഒക്കെ ചെയ്യടക്കി. നിങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ മീശയൊക്കെ വരാൻ വേണ്ടിയിട്ട്? ഞാൻ വണ്ടി ചെയ്തിട്ടുണ്ട്, പക്ഷെ കൊളായിട്ടുണ്ട്. അയ്യോ, ഗംഭീരമായിട്ട് കൊളായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ. ബട്ട് അതായത് എന്തുകൊണ്ട് നമുക്കൊരു പ്രായമാകുമ്പോഴേക്കും ഇങ്ങനെ മീശയും താടിയൊക്കെ വരുന്നത്? ആ ഒരു സമയമാണ് അഡോളസൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ നമ്മൾ അഡോളസൻസ് ആകുമ്പോഴേക്കും എന്താ സംഭവിക്കുക? വെൻ വി ഗെറ്റ് ഇൻ ടു അഡോളസെന്റ് ഏജ്, നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് സംഭവിക്കും. ഓക്കെ, സെക്ഷുവൽ ആയിട്ടുള്ള കുറേ ചേഞ്ചസ് സംഭവിക്കും. അതായത് ഫോർ മെൻ, നമ്മളിപ്പോൾ ബോയ്സ് ആവുമെങ്കിൽ, അതെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം സിമ്പിൾ ആയിട്ട്, ഒരു ബോയ് ഇസ് ബിക്കമിങ് എ മാൻ ത്രൂ ദ പ്രോസസ് ഓഫ് അഡോളസൻസ്. അല്ലേ? ഒരു ആൺകുട്ടി ഒരു പുരുഷനായിട്ട് മാറുന്ന പരിപാടിയാണ് അഡോളസൻസ്. ഒരു പെൺകുട്ടി ഒരു സ്ത്രീയായിട്ട് മാറുന്ന പരിപാടിയാണ് അഡോളസൻസ്. അല്ലേ? വെൻ ഗേൾസ് ബിക്കം വുമൺ ആൻഡ് വെൻ ബോയ്സ് ബിക്കം മെൻ, ആ ഒരു ഇടയ്ക്കുള്ള ആ ഒരു പീരീഡിനെയാണ് അഡോളസൻസ് എന്ന് പറയുക. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഗേൾസിന്റെ ശരീരത്തിലും ബോയ്സിന്റെ ശരീരത്തിലും കുറെ വ്യത്യാസം ഉണ്ടാവും. മോസ്റ്റ് ഓഫ് യു വിൽ സ്റ്റാർട്ട് ടു എക്സ്പീരിയൻസ് ദോസ് ചേഞ്ചസ്. കുറെ പേർക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇല്ല, നിങ്ങൾ ഏകദേശം ഒരു ഗേൾസ് ഒക്കെ ഒരു 10 വയസ്സ് 12 വയസ്സിനിടയ്ക്കൊക്കെ ദേ വിൽ സ്റ്റാർട്ട് ടു ഹാവ് മെൻസ്ട്രുവൽ സൈക്കിൾസ്. അതെന്താണെന്ന് അറിയാവോ? മെൻസ്ട്രുവൽ സൈക്കിൾസ്, ആ, കുറച്ച് പേർക്ക് അറിയാം, എല്ലാവർക്കും അറിയത്തില്ല. അത് അവരുടെ ആ ഒരു മന്ത്ലി ഉള്ള അവരുടെ ഒരു എന്താ പറയുക, ഇറ്റ്സ് പാർട്ട് ഓഫ് ഹൂ ദേ ആർ. ഇറ്റ്സ് ബീങ് എ ഗേൾ. ഇറ്റ്സ് നോട്ട് വെരി ഈസി, ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്, ബട്ട് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഇറ്റ്സ് എ ബിഗ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഓക്കെ, ബോയ്സ് ആണെങ്കിൽ ബോയ്സിന് ആ സമയത്ത് ബോയ്സിന്റെ മീശ വരും, താടി വരും, വോയിസ് കുറച്ചുകൂടി ഡീപ്പൻ ആവും. കുറച്ചും കൂടെ നമ്മളൊന്ന് ഹൈറ്റ് ഒക്കെ കുറച്ചുകൂടി ഒന്ന് വരും, നമ്മുടെ ബോഡിയൊക്കെ കുറച്ചുകൂടി ഒന്ന് മസ്കുലർ ആയി തുടങ്ങും. പക്ഷെ അതേ സെയിം ടൈം നമ്മുടെ ജെനിറ്റാലിയയിലും, അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഇല്ലേ, നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഉണ്ടാവും. ഗേൾസിനും ബോയ്സിനും ഉള്ള പ്രൈവറ്റ് പാർട്സിൽ അവിടെ കുറെ ഹെയർ ഗ്രോത്ത് പോലെ ഉണ്ടാവും. പ്രൈവറ്റ് പാർട്സ് കുറച്ചൊക്കെ വലുതാവും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് എക്സ്പാൻഡ് ആവും. അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓൾ ദീസ് തിങ്സ് വി ഹാവ് ടു നോ അബൌട്ട്. ഇറ്റ്സ് ഓൾ എഡ്യൂക്കേഷൻ. അപ്പോൾ അതേസമയം നമ്മളിങ്ങനെ നമ്മുടെ ഒരു സെക്ഷുവാലിറ്റിയിൽ നമ്മളിങ്ങനെ വളർന്നു വരുമ്പോൾ അറ്റ് ദ സെയിം ടൈം വി വിൽ ഓൾസോ എക്സ്പീരിയൻസ് എ ലോട്ട് ഓഫ് ടെംപ്റ്റേഷൻസ്. ടെംപ്റ്റേഷൻ എന്താണെന്നറിയാവോ? പ്രലോഭനങ്ങൾ. വേറെ ക്ലാസ് പഠിച്ചിട്ടില്ലേ പ്രലോഭനം? എന്തൊക്കെ പ്രലോഭനം ഉണ്ടാവാറില്ല? കേക്കട്ടെ, നിങ്ങൾക്ക് പറയാൻ മടിയാണോ? ബോയ്സ്, ഈ ബോയ്സിന് ഗേൾസിന് ഇഷ്ടമാണോ? ബോയ്സിന് ഗേൾസിനോട് ഇഷ്ടം തോന്നാറുണ്ടോ? ഞാൻ ആദ്യം ബോയ്സിനോട് ചോദിക്കുന്നത്, ചുമ്മാ. പ്രലോഭനം എന്ന് പറഞ്ഞാൽ ടു ഡു സിൻസ്, അത് എഴുതിയിട്ടുണ്ട്. മിടുക്കി, സിമി മിടുക്കി. ഓക്കെ, പ്രലോഭനം ഉണ്ടാവാറില്ല ആർക്കും, ടെംപ്റ്റേഷൻസ് ഉണ്ടാവാറില്ല. എന്നാൽ നിങ്ങൾ ഭാഗ്യവാൻ. പക്ഷെ കുറെ പേർക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാവും. ആ ഗേൾസിനും ഉണ്ടാവും, ബോയ്സിനും ഉണ്ടാവും. പക്ഷെ ഗേൾസിന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരുള്ളൂ. ഗേൾസിന് ആദ്യമൊന്നും ഇല്ല. ഗേൾസ് കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട്, കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോഴേക്കും ഗേൾസിന് വരും. പക്ഷെ ബോയ്സിന് ആദ്യം ഇതൊക്കെ വന്നു തുടങ്ങും. അത് വേറൊന്നും കൊണ്ടല്ല. വെൻ ഗോഡ് ഹാസ് ക്രിയേറ്റഡ് us ടു ബി മാൻ ആൻഡ് എ വുമൺ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ആണ് എന്ത്? സെക്ഷുവാലിറ്റി. ഞാൻ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. സെക്സ് എന്ന് പറയുന്നത് നല്ലതാണോ മോശമാണോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നല്ലതാണെന്ന് പറയുന്നൊരു തംസപ്പ് പിടിച്ചാൽ മതി, വേറൊന്നും ചെയ്യണ്ട. സെക്സ് നല്ലതാണോ മോശമാണോ? ഓക്കെ, 1-2 തംസപ്പ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും എല്ലാവർക്കും അറിയത്തില്ല, കുറച്ചൊരു ബാഡ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, സെക്സ് ഇസ് ഗുഡ്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഗുഡ്. പക്ഷേ ഒറ്റ കണ്ടീഷനുണ്ട്. അതെന്താ കണ്ടീഷൻ? കല്യാണത്തിലേ പറ്റൂ. അതിനാണ് ദൈവം നമ്മളെ സ്ത്രീയും പുരുഷനുമായിട്ട്, അല്ലെങ്കിൽ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് മാരിറ്റൽ എംബ്രേസ് ഓർ മാരിറ്റൽ ലവ്. മാരേജിന്റെ കോണ്ടെക്സ്റ്റിലെ സെക്സ് ബ്യൂട്ടിഫുൾ ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് ബാഡ്. മാരേജിന് പുറത്ത്, കല്യാണം കഴിക്കുന്നതിന് പുറത്താണെങ്കിൽ സെക്സ് ഇസ് ബാഡ്. സെക്സ് ഇസ് നോട്ട് ഗുഡ്. Sex is a beautiful gift if it is within the context of marriage, and that is how God has designed it to be. It is the most beautiful way of expressing each other's love. ഒരു ഹസ്ബൻഡിനും ഒരു വൈഫിനും പരസ്പരം ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മാർഗം എന്താണ്? സെക്സ് ആണ്. ഇറ്റ്സ് ദ മോസ്റ്റ് ഇന്റിമേറ്റ്, ഇറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേ ഗോഡ് ഹാസ് ഗിവൺ. അതായത് സെക്സ് എന്ന് പറയുമ്പോഴേക്കും ഗോഡ് ഹാസ് മെയ്ഡ് ഹ്യൂമൻസ് ടു ബി പാർട്ട്നേഴ്സ് ഇൻ ഹിസ് ക്രിയേറ്റീവ് പ്രോസസ്. നമ്മൾ ആലോചിക്കാറില്ല ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാ ബേബീസ് ഉണ്ടാവുക, അല്ലേ? ആലോചിച്ചിട്ടുണ്ടോ? ബേബീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. They are gift of God. That is when God makes the husband and wife partners with him
ടു ബ്രിങ് ന്യൂ ലൈഫ് ടു ദ വേൾഡ്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് വേർ അല്ലെ നമ്മൾ ദൈവത്തിന്റെ പാർട്ട്നേഴ്സ് ആവുക. സെക്സ് എന്ന് പറയുമ്പോഴേക്കും വി ആർ ഇൻ ദ പാർട്ട്ണർഷിപ്പ് വിത്ത് ഗോഡ് അല്ലേ? ദൈവമല്ലേ ലൈഫ് തരുന്ന ദൈവമല്ലേ, ജീവൻ തരുന്ന ദൈവമല്ലേ? അതറിയാലോ എല്ലാവർക്കും. ദൈവത്തിൽ നിന്ന് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ജീവൻ ഉണ്ടാവുമോ? ഓൾ ലൈഫ് കംസ് ഫ്രം ഗോഡ് ബിക്കോസ് ഗോഡ് ഇസ് ദ വൺ ഹൂസ് ഗിവിങ് ലൈഫ്. അപ്പോൾ ദൈവം സൃഷ്ടിക്കുമ്പോൾ, ദൈവം ഒരാളെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്രിയേഷനിൽ ദൈവം ഒരു ഹസ്ബൻഡ് വൈഫിനെ പാർട്ട്ണർ ആക്കുക. ഓക്കെ, അതായത് നിങ്ങളെല്ലാവരും, നിങ്ങളെയൊക്കെ ഈ ഭൂമിയിലോട്ട് ദൈവം പറഞ്ഞു വിടാനായിട്ട് ഗോഡ് മെയ്ഡ് യുവർ പാരൻസ് ഹിസ് പാർട്ട്നേഴ്സ്. ആൻഡ് ദാറ്റ് ഈസ് ത്രൂ ദാറ്റ് പാർട്ട്ണർഷിപ്പ് ഗോഡ് ഹാസ് ഇനേബിൾഡ് യുവർ പാരൻസ് ടു ബ്രിങ് യു ടു ദിസ് വേൾഡ്, ഗിവിങ് യു ലൈഫ്. ആൻഡ് ദാറ്റ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ മിസ്റ്ററി. ദാറ്റ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ തിങ്. ഇപ്പം എല്ലാം മനസ്സിലായി വരത്തില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഗുഡ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് ഈസ് വെരി 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 ഹോളി. ഓക്കെ, ഇതാണ് പലർക്കും മിസ്സാവുന്ന പോയിന്റ്. ഈ സെക്സ് എന്ന് പറയുന്നത് വളരെ ഹോളിയാണ്, അത് വളരെ സീക്രഡ് ആണ്. ഓക്കെ, മനസ്സിലായോ? എന്താ ഹോളി എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധമായോ അല്ലേ? ഈ വിശുദ്ധമായ ഒന്നെന്ന് പറഞ്ഞാല് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുർബാനയ്ക്ക് പോകാറുണ്ട്? എല്ലാവരും ആദ്യ കുർബാന സ്വീകരിച്ചാണോ? നിങ്ങൾ എല്ലാവരും എല്ലാവരും ആദ്യ കുർബാന സ്വീകരിച്ചാണോ? ആദ്യ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്താ പഠിക്കണേ? നമ്മൾ എന്താ പഠിക്കണേ? ആദ്യ കുർബാന നമ്മൾ ആരെ സ്വീകരിക്കണേ? ഈശോയുടെ എന്താ സ്വീകരിക്കണേ? ഈശോയുടെ ശരീരവും രക്തവും. ശരീരവും രക്തവും അല്ലേ? അപ്പോ ഈശോ തന്റെ സഭയാകുന്ന വധു ഇല്ല. നമ്മൾ വെളിപാട് പുസ്തകമൊക്കെ വായിക്കുമ്പോഴേക്കും വെളിപാട് പുസ്തകത്തിനകത്ത് ഈ ബൈബിള് മുഴുവനും കല്യാണമാണ്. അതറിയാവോ? ഉൽപ്പത്തിയിൽ ആദ്യം കല്യാണം, വെളിപാടിൽ അവസാനം കല്യാണം, ഈ ബൈബിളിന് ഇടയ്ക്കിടയ്ക്ക് കുറെ കല്യാണം, ബൈബിളിന്റെ ഒത്ത നടുക്ക് കല്യാണം. ഈ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഈ മാരേജാണ്. കാരണം ഗോഡ് ഹാസ് ക്രിയേറ്റഡ് മാരേജ് ടു ബി റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് ഗോഡ് വാണ്ട്സ് ടു എക്സ്പ്രസ് ദാറ്റ്. ഇനി ഞാൻ ചോദിച്ച ചോദ്യം, ഈ കുർബാനയ്ക്ക് വൈദികൻ ഉപയോഗിക്കുന്ന കാസയും പീലാസയും ഇല്ലേ? ഈ ഹോളി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ഈ കാസയും പീലാസയും നമ്മൾ എന്തിനു ഉപയോഗിക്കുക? അത് കുർബാനയിൽ മാത്രമല്ലേ ഉപയോഗിക്കുള്ളൂ. ഈ വൈദികൻ കാസയും പീലാസയും കുർബാനയിൽ മാത്രമല്ലേ ഉപയോഗിക്കുള്ളൂ. അത് കുർബാനയ്ക്ക് പുറത്ത് വൈദികൻ സോഡ കുടിക്കാൻ എടുത്ത് എങ്ങനെ ഉണ്ടാവും? പെപ്സി അല്ലെങ്കിൽ കൊക്കക്കോള കുടിക്കാൻ എടുത്ത് എങ്ങനെ ഉണ്ടാവും കാസ? അല്ലെ പീലാസയിൽ ഈ വൈദികൻ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന പീലാസയിൽ ഈ പറഞ്ഞ ചിപ്സ് എടുത്താൽ ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാവും? പിന്നെ അത് കുർബാനയ്ക്ക് ഉപയോഗിക്കാൻ കൊള്ളുവോ? അതായത് ഈ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാസയും പിലാസയും അത് കുർബാന എന്ന് പറയുന്ന പവിത്രമായിട്ടുള്ള ഒരു കൂദാശ പരികർമ്മം ചെയ്യാൻ വേണ്ടി സെറ്റ് അപ്പാർട്ട് ചെയ്തിരിക്കുന്ന വെസൽസ് ആണ്. ദേ ആർ കോൾഡ് ഹോളി വെസൽസ്. ദേ ആർ സെറ്റ് അപ്പാർട്ട് ഫോർ ദ സോൾ പർപ്പസ് ഓഫ് ഹോളിനെസ്. അല്ലേ? അല്ലേ? എന്ന് പറഞ്ഞ പോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സെക്സ്വാലിറ്റി ഇസ് സെറ്റ് അപ്പാർട്ട് ടു ബി ഹോളി ആൻഡ് ടു ബി പെർഫോംഡ് വിത്തിൻ ദ മാരേജ് ഓഫ് കോണ്ടെക്സ്റ്റ് ഓഫ് മാരേജ്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അതായത് അത്രമാത്രം വിശുദ്ധമായിട്ടുള്ളൊരു കാര്യത്തിനെ നമ്മൾ ആ മാരേജ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിലേ അതിനെ പ്രവർത്തിക്കാം, അതിനെ ഉപയോഗിക്കാവും. അതിനെതിരെയാണ് നമുക്ക് വരുന്ന എല്ലാ ടെംപ്റ്റേഷൻസും. ഫോർ എക്സാമ്പിൾ മാസ്റ്റർബേഷൻ. മാസ്റ്റർബേഷൻ എന്താണെന്നറിയാവോ? മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈംഗികതയിൽ നമ്മൾ തന്നെ പ്ലഷർ കണ്ടുപിടിക്കുന്നു. ബോയ്സിനാണെങ്കിൽ മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പ്രായം കഴിയുമ്പോഴേക്കും അവരിങ്ങനെ കുറച്ച് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ദേ വിൽ ഹാവ് സം എന്താ പറയുക ഗുഡ് സെൻസേഷൻ ഇൻ ദർ പ്രൈവറ്റ് പാർട്സ്. അത് ഭയങ്കര 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 ഗുഡായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ ഇറ്റ്സ് ആക്ച്വലി ബാഡ്. അതേപോലെ തന്നെ ഗേൾസിനും ഈ പറഞ്ഞ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ദേ ക്യാൻ ഫീൽ എ സെൻസ് ഓഫ് പ്ലഷർ, ബട്ട് ദാറ്റ് ഇസ് ഓൾസോ ബാഡ്. ദാറ്റ് ഇസ് മിസ്യൂസിങ് യുവർ ബോഡി ജസ്റ്റ് ലൈക്ക് ഹൗ യു മിസ്യൂസ് ദ ഹോളി വെസൽസ് ഓഫ് ദ കുർബാന. കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാസയും പിലാസയും നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ സ്വന്തം പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ മിസ്യൂസ് ചെയ്യുന്നു. അതൊരിക്കലും പാടില്ല. ദാറ്റ്സ് എ ബിഗ് സിൻ. ദാറ്റ്സ് എ മോർട്ടൽ സിൻ. അറിയാമോ മോർട്ടൽ സിൻ എന്താണെന്ന് അറിയാമോ? അതായത് ദൈവത്തിന്റെ കോപം വിളിച്ചു വരുത്തുന്ന നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങളിലൊന്നാണ് മോർട്ടൽ സിൻ. ഒരിക്കലും നമ്മൾ നമ്മുടെ ബോഡീനെ അങ്ങനെ അശുദ്ധമാക്കരുത്. വി ഹാവ് ടു ബി റിയലി 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 കെയർഫുൾ അബൌട്ട് ഹൗ വി ഡീൽ വിത്ത് സെക്ഷുവാലിറ്റി. അത് മനസ്സിലാക്കണം. ഇറ്റ് ഇസ് ഹോളി, ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ, ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് ആൻഡ് ഇറ്റ് ഇസ് supposed to be performed or practiced only in the context of marriage. ഇതാണ് ഫണ്ടമെന്റൽ കാര്യങ്ങൾ. ഇനി നമ്മുടെ ലോകത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം മാസ്റ്റർബേഷൻ അതൊരു പ്രശ്നമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ യങ് ബോയ്സിൻ്റെ ഇടയിലൊക്കെ കുറേ രസകരമായിട്ടുള്ള ടേംസ് ഒക്കെ ഇതിനുണ്ട്. അടിക്കുക അല്ലെങ്കിൽ ജാക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാലത്ത് അതൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ വാക്കുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ പുതിയ വാക്കുകളൊക്കെ ഉണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള പാപങ്ങളിലോട്ടൊന്നും പോകരുത്. അത് പാപങ്ങളിലോട്ട് പോകരുതെന്ന് പറയാനുള്ള കാരണം അത് നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല.
ഗോഡ് ഡസൻ വാണ്ട് us ടു എന്താ പറയുക ഡാമേജ് അവർ സെൽസ്. ഗോഡ് ഡസൻ വാണ്ട് us ടു ബി സാഡ് അബൌട്ട് തിങ്സ്. മാസ്റ്റർബേഷൻ ചെയ്തെന്ന് ഒരുപാട് കൂട്ടുകാരെ എനിക്കറിയാം. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ പെട്ടുപോയിട്ട് എങ്ങനെയും പുറത്ത് വന്നാൽ മതി നായി. ദേ ജസ്റ്റ് വാണ്ട് ടു സ്റ്റോപ്പ് മാസ്റ്റർബേറ്റിംഗ് ആൻഡ് ദേ ആർ നോട്ട് ഏബിൾ ടു ഡു ബിക്കോസ് അതൊരു അഡിക്ഷൻ ആയിട്ട് മാറി രണ്ടുപേർക്കും, ഗേൾസിനായാലും ബോയ്സിനായാലും. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ പാടുന്ന പല സിനിമകളിലും പല സീരീസുകളിലും അതുപോലെ പല കണ്ടന്റ് നമ്മളിന്ന് കാണുന്ന ഇല്ല. നിങ്ങളൊക്കെ സീരീസ് കാണാറുണ്ടോ? നിങ്ങൾ കാണാറുള്ള സീരീസ് ഒക്കെ ഏതാ? കെ ഡ്രാമയാണോ? അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, കുറേ സീരീസും ഒക്കെ ഉണ്ടാവും. അതൊന്നും കാണണ്ടെന്നൊന്നുമല്ല, ബട്ട് കീപ്പ് എ ഡിസ്ക്രിപ്ഷൻ. അതിനകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും നല്ലതല്ല. എല്ലാ കാര്യങ്ങളും നല്ലതല്ല. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ മോശമാണ്. പക്ഷെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളോട് മൊത്തത്തിൽ ടി വി കാണാമെന്നോ മൊത്തത്തിൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഒഴിവാക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. യു ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് വാട്ട് യു സീ. യു ഹാവ് ടു ബി അവെയർ ഓഫ് ദ കണ്ടന്റ് ദറ്റ് യു വാച്ച്. അത് നല്ലതാണോ അത് മോശമാണോ എന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്ത് നിങ്ങൾ വളരെ സെലക്റ്റീവ് ആണോ? പച്ചക്കറിയൊക്കെ എല്ലാം കഴിക്കുന്ന ടീമുകളുണ്ട് ഇതിനകത്ത്. എല്ലാ പച്ചക്കറിയും കഴിക്കും വീട്ടിക്ക് എന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർ എല്ലാ പച്ചക്കറിയും കഴിക്കാത്തവരുണ്ടാവുമല്ലോ. ആ, അതായത് ഓക്കെ, ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് എല്ലാം നല്ലതാണ്. അതേസമയം ജങ്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. മാഗി, ലേസ്, കുർക്കുറെ ഇഷ്ടംപോലെ കഴിക്കാതിരിക്കല്ലോ. എത്ര കിട്ടിയാലും കഴിക്കാതിരിക്കല്ലോ. ആയിരിക്കോ? ആ, ബർഗറാണോ? ആ, ബർഗർ. ഓ, അപ്പനമ്മ മുടിഞ്ഞ തന്നെ ബർഗർ മേടിച്ചിട്ട് കൊള്ളാം. എക്സെപ്റ്റ് ബിറ്റർ കൂടോ പാവയ്ക്ക് ഒഴികെ ബാക്കി എല്ലാം കഴിക്കും. മിടുക്കൻ, അതാണ് ജിസി. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്, നല്ല കാര്യം. ഷവർമ്മ, ഈ സാധനങ്ങളൊക്കെ നമുക്കൊരു നേരത്തേക്ക് കഴിക്കാൻ നല്ല രസമാണ് അല്ലേ? പക്ഷെ ജങ്ക് ഫുഡ് ആണെന്നറിയാലോ. ഈ ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് മോശമാണെന്നറിയാലോ. എന്നിട്ട് പിന്നെയും മേടിച്ച് കഴിക്കൂലോ. അതൊന്നുകൊണ്ടാ ഒരു രസം. പക്ഷെ ഇത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ. നമ്മൾ എല്ലാത്തിനും റെഗുലേറ്റ് ചെയ്യണം. മമ്മൂട്ടി പോകുന്ന ഒരു ഭയങ്കര അടിപൊളി ഡയലോഗ് ഉണ്ട്. മമ്മൂട്ടി പറഞ്ഞ്, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പറയാം. നമ്മൾ മരുന്ന് കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ചാൽ മരുന്ന് കഴിക്കേണ്ടി വരത്തില്ല കുറച്ചു കാലം കഴിയുമ്പോൾ. മനസ്സിലായ? മരുന്ന് കഴിക്കുന്ന പോലെ സെലക്റ്റീവായിട്ട് ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം കഴിക്കുന്ന പോലെ കുറെ കാലം കഴിഞ്ഞ് കുറേ മരുന്ന് കഴിക്കേണ്ടി വരത്തില്ല എന്ന്. അത് മമ്മൂട്ടി പറഞ്ഞ കാര്യമാണ്. സൂപ്പർ സാധനം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കണ്ടന്റ്, ഞാനതാ പറയാൻ പറ്റുന്നത്, നമ്മൾ കാണുന്ന കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് നമ്മളുടെ ഈ തലയ്ക്കകത്തോട് നമ്മൾ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കുറേ സീരീസ് കാണുമ്പോൾ സീരീസിൽ ഇപ്പോൾ കുറേ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള കുറേ രംഗങ്ങളുണ്ട്. അനാവശ്യമുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, ലെസ്ബിയൻസ്. അതായത് ആണിനും കൂടെ കല്യാണം കഴിച്ചവർ താമസിക്കുന്നു, പെണ്ണും കൂടെ കല്യാണം കഴിക്കുന്ന ഒരു നോക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ പരസ്പരം ഇപ്പോൾ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നു. അങ്ങനെയുള്ള ഒരുപാട് വളകരായിട്ടുള്ള കണ്ടന്റ് ഇന്നത്തെ ഒരുപാട് മീഡിയസിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ കാണുന്ന സീരീസിൽ പലത് എയർ റേറ്റഡ് ആണ്. നമ്മൾ കാണുന്ന പല സിനിമകളിൽ അങ്ങനത്തെ സെക്ഷൽ കണ്ടൻസ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്താക്കുക, അവോയ്ഡ് ചെയ്യുക പരമാവധി. കാരണം ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഡു ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ഇൻക്രീസ് അവർ ടെംപ്റ്റേഷൻ. അത് മാസ്റ്റർബേറ്റ് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ കൂടും. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള സെക്ഷൽ തോട്ട്സ് വരാനുള്ള ടെംപ്റ്റേഷൻ കൂടും. അപ്പം അതൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രീ ആക്കാം. തലയിൽ ടെംപ്റ്റേഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ബ്രെയിനിലോട്ട് ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് റെസ്ട്രിക്ട് ചെയ്താൽ മതി. അത് അവെയർ ആയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്തായാലും നമ്മളൊക്കെ താമരനെ പോലെയാണ്. താമരയുടെ പ്രത്യേകത എന്താ പറയുക? താമര, വാട്ട് ഇസ് ദ എന്താ പറയുക സ്പെഷ്യാലിറ്റി ഓഫ് ലോട്ടസ്? എനിബഡി നോസ്? ഈ താമര എവിടെ കാണാറ്? താമരയോ അമ്പലോ എവിടെ? ആ, ഏത് വെള്ളത്തില്? നല്ല വെള്ളത്തിലോ ചെല്ലു വെള്ളത്തിലോ? ആ, താമരയുടെ ഇല കണ്ടിട്ടുണ്ടോ? താമരയുടെ ഇല നല്ല ക്ലീൻ ആയിട്ടല്ലേ എപ്പോഴും ഇരിക്കുക. ആ, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അഴുക്കായിരിക്കും. അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ മോശപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ താമരനെ പോലെ ജീവിക്കണം. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിലാണെങ്കിലും നിങ്ങൾ ലോകത്തിൻ്റെതല്ല. യു ആർ ലിവിങ് ഇൻ ദ വേൾഡ് ബട്ട് യു ആർ നോട്ട് ലിവിങ് ഓഫ് ദ വേൾഡ്. പിടികിട്ടിയ? താമരയിലെ പോലെ താമരയിൽ നിൽക്കുന്ന ചളിയിലാണെങ്കിലും ആ ചളിയൊന്നും ബാധിക്കാതെ ക്ലീൻ ആയിട്ടുള്ള ഇലയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്കാരായിരിക്കണം നമ്മൾ. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കപ്പലില്ലേ, കപ്പല്, ഷിപ്പ് എങ്ങനെയാ പോകുന്നത്? കടലിൽ കൂടെ എങ്ങനെ ഷിപ്പ് പോകുന്നേ? അത് ഫ്ലോട്ടല്ലേ ചെയ്യുന്നേ? ഫ്ലോട്ടല്ലേ ചെയ്യാ? ഈ ഷിപ്പ് എപ്പോഴാ മുങ്ങുക? വെള്ളത്തിലാണോ? ഫ്ലോട്ടൊന്നും ഇല്ലാത്ത വെള്ളത്തിലാണ്. ഈ കപ്പൽ എപ്പോഴാ മുങ്ങുക? ചുറ്റുമുള്ള വെള്ളം ഷിപ്പിന്റെ
ഷിപ്പിന് എന്തെങ്കിലും ക്രാക്ക് സംഭവിച്ചപ്പോൾ ടൈറ്റാനിക്കിനൊക്കെ പറ്റിയ പോലെ എന്തെങ്കിലും ക്രാക്ക് കെട്ടി ഉള്ളിലോട്ട് കയറിയാലേ കപ്പൽ മുങ്ങുള്ളൂ, അല്ലെങ്കിൽ കപ്പൽ ഫ്ലോട്ട് ചെയ്യും. അത്രയല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന കണ്ടന്റ്, നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഫിൽട്ടേർഡ് ആയിട്ട് ഇതിനകത്തോട്ട് നല്ലത് മാത്രം കയറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും. കാർലോസ് അക്യൂട്ടസിനെ കുറിച്ച് എല്ലാവർക്കും അറിയത്തില്ലേ? ആരാ കാർലോസ് അക്യൂട്ടസ്? ഈ അടുത്ത് വിശുദ്ധനായേ. ആ കറക്റ്റ് ഏകദേശം ഒരു മാസം വിശുദ്ധനായിട്ട്. സെപ്റ്റംബർ 7 ആയിരുന്നു വിശുദ്ധനായ. ആ ആളൊരു യൂത്ത് സെയിന്റ് ആണ്. ആളീ പറഞ്ഞ പോലെ ആള് നമ്മളെ പോലൊക്കെ തന്നെയായിരുന്നു. 15 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. നിങ്ങളൊക്കെ ഇപ്പൊ 19 ആയി. 15 വയസ്സ് വരെ കാർലോസ് അക്യൂട്ടസ് ജീവിച്ചിട്ടുള്ളൂ. കാർലോസ് അക്യൂട്ടസ് ജീവിക്കുന്ന അത്രയും കാലം ഒരുപാട് കൊന്തുചെല്ലും, കർത്താവിനോട് കുറെ കാര്യങ്ങൾ ചെയ്യും. അതേസമയം ഫുട്ബോൾ കളിക്കാൻ പോകും, കമ്പ്യൂട്ടർ ഗെയിം കളിക്കും. ചെറിയ ഇന്റർനെറ്റ് വന്ന കാലത്ത് തന്നെ ആള് കോഡിംഗ് ഒക്കെ പഠിച്ചിട്ട് ഈശോയുടെ ദിവ്യകാരണ അത്ഭുതങ്ങളെല്ലാം കൊണ്ട് ഡോക്യുമെന്റ് ചെയ്ത വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ആ വെബ്സൈറ്റ് ഇപ്പോഴും ഉണ്ട്. വെബ്സൈറ്റ് സ്റ്റിൽ ദയർ. അങ്ങനെ നമുക്കും വിശുദ്ധരാവാൻ പറ്റും. വിശുദ്ധരാവാൻ പറ്റായിക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടി കോൺഷ്യസ് ആവണം. നമ്മൾ നമ്മുടെ തലയ്ക്കകത്തോട് കരുതുന്ന കാര്യങ്ങളെ കുറിച്ച് ബോധറാവണം. പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് ചെകുത്താൻ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? സെക്ഷുവാലിറ്റി. കാരണം ചെകുത്താന് സെക്ഷുവാലിറ്റി ഇഷ്ടമല്ല. ചെകുത്താന് സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ വെറുപ്പാണ്. അവൻ അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ദൈവത്തെ ഒഫൻഡ് ചെയ്യാനായിട്ട് സെക്ഷൽ ആയിട്ടുള്ള സിൻസും അതുപോലുള്ള കാര്യങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ എന്ന് ചെകുത്താൻ അറിയാം. സൈറ്റൻ നോസ്. Because God loves and God has given sexuality to be the best thing for humans, and the devil only knows to pervertise it. The devil only knows to make it ugly. The devil only knows to make it vulgar. And that is what we are seeing all around. നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും, ഇപ്പോൾ അബോർഷൻ ആയിക്കോട്ടെ, ട്രാൻസ്ജെൻഡേഴ്സും ആയിക്കോട്ടെ, ലെസ്ബിയൻ ഗേ കപ്പിൾസ് ആയിക്കോട്ടെ, ഹോമോസെക്ഷുവാലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റേ മാസ്റ്റർബേഷൻ ആയിക്കോട്ടെ, പോണോഗ്രഫി ആയിക്കോട്ടെ, ഈ വക എല്ലാ കാര്യങ്ങളും ദൈവം തന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെക്ഷുവാലിറ്റീനെ അറ്റാക്ക് ചെയ്യുന്നൊരു കാര്യമാണ്.